ദൈവം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വൈദ്യുതി ഓർമ്മ വന്ന് ഞാനപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ ചേട്ടനും കൂടെ വണ്ടിയിൽ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുവാൻ ചെയ്തു. പൊള്ളൽ എങ്ങനെയൊക്കെ കേട്ടാൽ ശരിക്കും ഒരു ദൈവദൂതൻ ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. നമുക്കൊന്നും വേദനയില്ല, അതാണ് മെയിന്. രാത്രി കിടന്നുറങ്ങി. ഞാൻ 8 ദിവസം കൂടി പനിയായിരുന്നു. പനിയെല്ലാം ഇപ്പൊ മാറി. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ സ്നേഹസാന്ത്വനം തീപ്പൊള്ളൽ പാരമ്പര്യ ചികിത്സാലയത്തിന്റെ മുന്നിലാണ്. തീപ്പൊള്ളൽ ചികിത്സയിലെ അത്ഭുതമാവുകയാണ് അടിമാലിയിലെ ജോർജ് വൈദ്യർ. തീപ്പൊള്ളലേറ്റ് ആശുപത്രികൾ കൈയൊഴിഞ്ഞ മരണത്തിലേക്ക് കൂപ്പുകുത്തിയ നിരവധി ആളുകളെയാണ് ജോർജ് വൈദ്യർ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ പൊള്ളലേറ്റവരും ചികിത്സയിലുണ്ട്. ഇവിടെ ചികിത്സയെക്കുറിച്ചും ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ ജോർജ് വൈദ്യരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഇത് ഞാനായിട്ടല്ല, ഞങ്ങള് 3 തലമുറയ്ക്ക് അപ്പുറം മുതൽ ഈ ചികിത്സ ഞങ്ങൾ ആരംഭിച്ചതാണ്. അപ്പൊ ഇത് എൻ്റെ അപ്പച്ചനാണ് ഇതിന് മുൻകാലങ്ങളിൽ നടത്തി പോയിക്കൊണ്ടിരുന്നത്. അപ്പച്ചനിപ്പം മരണപ്പെട്ടിട്ട് 30 വർഷത്തോളം. അപ്പച്ചൻ മരിച്ചൊരു 8-10 വർഷത്തേക്ക് പിന്നെ ഈ ചികിത്സ കഴിയില്ല, ഞങ്ങൾ സാധിക്കില്ല, മറ്റുള്ളവരുടെ വേദന കാണാൻ പറ്റില്ല എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ മാറി നിൽക്കുകയാണ്. ആ സമയത്ത് വീട്ടിലാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. പലരും പൊള്ളലേറ്റ് വീട്ടിലേക്ക് വരും. അങ്ങനെ വന്ന് ഇത് നമുക്ക് ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്ത പല രംഗങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നാണ് പിന്നീട് ഞാൻ തുടങ്ങുന്നത്. അവരിൽ നിന്ന് ഞാൻ 10 വർഷം നിർത്തിവെച്ച് ഞങ്ങൾ കാർഷിക വൃത്തിയായിട്ട് പുറത്തേക്ക് മാറിയത്. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ നിർബന്ധം കാരണം പിന്നെ വീട്ടിൽ വീണ്ടും ആരംഭിച്ചു. അപ്പോൾ വീട്ടിൽ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സൗകര്യക്കുറവ് കാരണം പിന്നെ ഇവിടെ ഒരു കെട്ടിടം വന്ന് വാടകയ്ക്ക് എടുത്ത് പിന്നെ അതിനകത്ത് പേഷ്യന്റിനെ കിടത്താനുള്ള സ്ഥിതിയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു. അനവധി ഹോസ്പിറ്റലുകളുണ്ട്, അത് പല സ്റ്റേജിലുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, അകത്ത് 70% മുകളിൽ പൊള്ളലേറ്റ ഒരു വ്യക്തിയാണ് ഇപ്പൊ 30-ാം ദിവസം സുഖസുന്ദരമായിട്ട് കുടുംബത്തിലേക്ക് പോകുന്നത്. കാരണം ഇതൊരു ദൈവാധീനമാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണും. അപ്പൊ മറ്റൊരാളുടെ വേദന കാണാനുള്ള ആ ഒരു മനസാന്നിധ്യം എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അനേകം പേര് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയാണ് എൻ്റെ ബലം. ഇതാണ് എൻ്റെ ചികിത്സയും വിശേഷങ്ങളും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഹോസ്പിറ്റലുകൾ ഉപേക്ഷിച്ച കേസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇതിപ്പോ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നു നിങ്ങളെ കണ്ണാൽ പല രംഗങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണോ ഉള്ളൂ. അപ്പൊ അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇവിടുത്തെ ചികിത്സാ രീതികളും ഇവിടുത്തെ വരുന്ന രോഗികൾക്കുള്ള സൗകര്യങ്ങളും എന്തൊക്കെയാണ്? ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാല് എനിക്ക് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ശരീരത്തിന് പുറമെയാണല്ലോ പൊള്ളലേക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നിലവിലുള്ള സ്കിന്ന് നശിച്ചു പോവുകയാണ്. അപ്പൊ ആ സ്കിന്നിന് ഉള്ളിൽ മരുന്ന് കൊടുക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ഇല്ല. എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് ഒരു പൊള്ളലിന് ചികിത്സിക്കുന്ന ഒരു 6-7 കൂട്ടം മരുന്ന് വേണം. നമുക്ക് മാംസത്തിന് പൊള്ളലേറ്റുണ്ടെങ്കിൽ അതിന്, ഞരമ്പിന് പൊള്ളലേറ്റുണ്ടെങ്കിൽ അതിന്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പൊള്ളലേറ്റുണ്ടെങ്കിൽ അതിന്, പിന്നെ വീണ്ടും ആ പഴയ സ്കിന്ന് അതേ കണ്ടീഷന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ. ഇങ്ങനെ അനവധി മരുന്നുകൾ ഉണ്ട്. അതിന് ഇവിടെ സ്ത്രീകളായിട്ട് വരുന്നവരെ പരിചരിക്കാൻ സ്ത്രീകളും പുരുഷന്മാരായിട്ട് വരുന്നവരെ പരിചരിക്കാൻ ഇപ്പൊ പുരുഷന്മാരും സ്റ്റാഫുകളുണ്ട് ഇവിടെ. പിന്നെ ചികിത്സാ രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എനിക്ക് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ഇന്റേണൽ ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ ഇങ്ങനെ വരുന്നവർക്ക് വല്ല പനിയോ മറ്റു കാര്യങ്ങളോ വന്നാൽ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, ഇപ്പൊ വരുമ്പോ ഒരു രോഗിയോടും കാശും കൊണ്ട് തന്നുവെച്ചാൽ ഞാൻ അകത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറയില്ല. ആത്മഹത്യക്ക് ശ്രമിച്ച കേസ് ഞാൻ പിടിക്കില്ല. പിന്നെ വരുന്ന രോഗികൾക്ക് അവിടെ കൂടെ നടക്കാൻ പറ്റാത്ത രോഗിയാണ് അല്ലെങ്കിൽ കിടന്ന കിടപ്പിലുള്ള രോഗിയാണെങ്കിൽ അവർക്കൊരു ബൈസ്റ്റാൻഡർ വേണം. അപ്പൊ അവർക്ക് 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ ഭക്ഷണവും ഇവിടെ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചികിത്സാ രീതികളും ഇവിടെ സൗകര്യങ്ങളും. പിന്നെ ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഒരു 70% പൊള്ളലേറ്റ ഒരു 40 ദിവസം കൊണ്ട് ഇവിടുന്ന് റെഡിയാക്കി വിടുന്നുണ്ട്. ഇപ്പൊ ഇന്ന് 31-ാമത്തെ ദിവസമാണ് 70% പൊള്ളലേറ്റ ആൾ നിങ്ങൾ കാണുന്നത്. 9 ദിവസം കഴിയുമ്പോൾ സുഖമായിട്ട് പറഞ്ഞു വിടാം, നടത്തിവിടാം. അതുപോലെ തന്നെ ഒരു 30% ഉള്ളെങ്കിൽ ഒരു 18 ദിവസം 22 ദിവസം ഈ കണക്കിലെല്ലാം ഇവിടെ ആളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് 100 കണക്കിന് അനുഭവസ്ഥരെ ഞാൻ കാണിച്ചു തരാം. കുരിശുപാറയെന്നാ വരുന്നത്. ഇവിടെ വന്ന അവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് ചൂടുവെള്ളം
മേത്ത് വീണതാണ്. ആങ്ങളവരെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ഇറക്കിയതാ. ഇറക്കിയപ്പോൾ കല നിരത്തേക്ക് വീണു. സ്കൂട്ടിയിൽ തന്നെ വെള്ളം തെറിച്ച് മേത്തേക്ക് വീഴുകയാണ് ചെയ്തു. വീണപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവസ്ഥ നമുക്ക് ഇന്ന് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. കൊച്ചു 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന, മരിയ എന്ന പേര്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ കാനച്ചാലിനാണ് ജോമൻ എന്ന് പറഞ്ഞ ഫാമിലി മൊത്തം ഇങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ലീക്കായിട്ട് അവർ മൊത്തം പൊള്ളിയിട്ട് ഇവിടെയാണ് കൊണ്ടുവന്നതെന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ കൊച്ചിന്റെ വെപ്രാളത്തിൽ എനിക്ക് ചിലപ്പം ദൈവം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വൈദ്യുതി ഓർമ്മ വന്നത്. ഞാനപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ വണ്ടിയിൽ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുവാണ് ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന് ആ സമയത്തൊക്കെ കൊച്ചിൽ നിന്ന് ഭയങ്കര വെപ്രാളം, അറിയത്തില്ലാകുന്നു, നമുക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാത്രി 10:00-ഓടുകൂടെ കൊച്ചിന്റെ പുകച്ചിന് വേദന അങ്ങ് മാറി. തന്നെ ശരിക്കും ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ കൊച്ചുകളുടെ വേദന മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ഘടന. എന്ന് പറഞ്ഞാൽ പൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു ഉൾമനസ്സൂടെ ചേർന്നുള്ള ഒരു അവസ്ഥയാണ് പൊള്ളൽ. ആ അവസ്ഥയിൽ നിന്ന് ഇവിടെ നിന്ന് രാത്രി 10:30 ആയപ്പോൾ തന്നെ കൊച്ച് പുകച്ചിലൊക്കെ അങ്ങ് മാറി. അന്ന് രാത്രി ഇച്ചിരി ഉറക്കം കുറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അങ്ങനെ ഇപ്പം 9 ദിവസമായി. 9 ദിവസമായപ്പോൾ പകുതി മുക്കാൽ ഭാഗം ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊളിച്ച് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസ്ഥ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് ദൈവങ്ങളെ ഫോട്ടോയിൽ കണ്ട് കാണുന്നല്ലാണ്ട് നമ്മൾ നേരിട്ട് ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. അപ്പം ഇത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര അനുഭവം മാത്രമല്ല, ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പൊള്ളൽ എങ്ങനെയൊക്കെ കേട്ടാൽ ശരിക്കും ഒരു ദൈവദൂതൻ ഇവിടെ